മരംമുറി വിഷയത്തിൽ കുടുങ്ങി പറവൂർ നഗരസഭ. റോഡരികിൽ നിന്ന തണൽ മരം സ്വകാര്യ വ്യക്തിക്കായി പറവൂർ നഗരസഭ മുറിച്ചു മാറ്റിയതായി ആരോപണം. കൗൺസിൽ അംഗങ്ങളെ അറിയിക്കാതെ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ തണൽ മരം മുറിച്ചു മാറ്റിയതാണ് ഇപ്പോൾ പറവൂർ നഗരസഭയെ കുടുക്കിലാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ചൂട് കനക്കുകയാണ്. ദിനംപ്രതി കൊടും ചൂടിൽ വെന്തുരുകി കേരളം. താപനില ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് മുൻകരുതൽ അറിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കെ തന്നെ കൊടും ചൂടിലും ആശ്വാസമായിരുന്ന തണൽ മരം പറവൂർ നഗരസഭ ആരുമറിയാതെ മുറിച്ചു നീക്കി എന്നതാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണം. മരം ഈ ഇലക്ട്രിസിറ്റിയുടെ ലൈനിൽ മുട്ടിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിക്കാർക്ക് നമ്മൾ കത്ത് കൊടുക്കും. അവർ വന്നാണ് അത് മുറിക്കുന്നത്. അത് കൊമ്പുകൾ മുറിച്ച് അത് മാറ്റലാണ് അവരുടെ പണി. പക്ഷെ ഇതല്ല. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കാണാം. ഈ കെട്ടിട ഉടമക്ക് വേണ്ടി സഹായിച്ചതാണ് മുനിസിപ്പാലിറ്റിയുടെ അതിരിൽ നിൽക്കുന്ന മരം മുറിക്കുന്നതിന് മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. മരംമുറിയിൽ ഗൂഢാലോചനയുണ്ടെന്നും പറവൂർ നഗരസഭ പ്രദേശത്തെ തണൽ മരം കൗൺസിൽ അംഗങ്ങൾ അറിയിക്കാതെ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തിക്കായി മുറിച്ചു മാറ്റി എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. പറവൂർ നഗരസഭ 5-ാം വാർഡിൽ തണൽ നൽകിയിരുന്ന മരമാണ് വൈദ്യുതി ലൈനിൽ ശിഖരങ്ങൾ തട്ടുന്നുവെന്ന കാരണത്താൽ മുഴുവനായി വെട്ടി നീക്കിയത്. എന്നാൽ മരംമുറിയിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രദേശവാസികൾ. അപകടകരമായ സാഹചര്യത്തിലാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന മരം മുറിക്കാൻ അവർ അനുമതി നൽകൂ. അവർ അനുമതി നൽകിയാലും അത് ടെൻഡർ നടപടികളിലൂടെ മാത്രമേ അത് മുറിക്കപ്പെടൂ. പക്ഷെ ഇവിടെ ടെൻഡർ നടപടി പോലും പോയിട്ട് മുനിസിപ്പാലിറ്റി പിന്നീട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് മുറിച്ചു മാറ്റപ്പെട്ടതായിട്ടാണ്. അത് മാത്രമല്ല, മുറിച്ചു മാറ്റിയതിലെ പല മരത്തിന്റെ ഭാഗങ്ങളും ഇവിടെ കാണാതായിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിതാ ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിതാ ജ്വല്ലറി ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.